ആലപ്പുഴയിൽ മുഖമൂടി ആക്രമണത്തിനിരയായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ പുത്തൻപുരക്കൽ വീട്ടിൽ തങ്കമ്മയാണ് മരിച്ചത്. വീടിനുള്ളിൽ കയറി അജ്ഞാതനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മനീഷ് മഹിപ്പാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ്? എന്തെങ്കിലും തുമ്പ് പോലീസിനുണ്ടോ മനീഷ്? ഹാഷ്മി, ഇന്ന് രാവിലെയാണ് ഈ വീട്ടമ്മയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇത് ആത്മഹത്യയാണെന്നാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ബോഡി മാറ്റുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ വീട്ടമ്മ വീടിനുള്ളിൽ പട്ടാപ്പകൽ ആക്രമിക്കപ്പെട്ടത്. അത് സംഭവം നടന്നത് ആലപ്പുഴ മാരാരിക്കുളം കാട്ടൂരാണ്. ഇവിടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ് പട്ടാപ്പകൽ ഒരു വീട്ടിലെത്തി വീട്ടമ്മയെ ഏറെ നേരം 1 മണിക്കൂറോളം വീട്ടിൽ ആക്രമിക്കുന്നത്. അതായത് അന്നത്തെ സംഭവത്തെ പറ്റി ഈ വീട്ടമ്മ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു. അതായത് താൻ അരി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ പിൻവാതിലിലൂടെ ഒരാൾ കടന്നു വന്നു. മുഖംമൂടി ഉണ്ടായിരുന്നു. അയാൾ അടിച്ച് നിലത്തിട്ടു. പിന്നീട് മുടിയിലും വസ്ത്രത്തിലും പിടിച്ച് മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഫോൺ എടുത്ത് മകനെ വിളിക്കാൻ നോക്കി. ആ സമയത്ത് ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചു. കുട കൊണ്ട് തലക്കടിച്ചു. ബോധരഹിതയായ തങ്കമ്മയെ അന്ന് കഴുത്തിൽ കയർ കുരുക്കിയ ശേഷം പിന്നീട് ജനലിൽ കെട്ടിയിട്ടു. കൈയും കാലും മറ്റൊരു തുണി കൊണ്ട് കെട്ടിയിട്ടു. ആ സമയത്ത് ബോധരഹിതയായി. ആ സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു. ഭർത്താവ് 2 ദിവസങ്ങൾക്ക് മുൻപേ എറണാകുളത്ത് മത്സ്യബന്ധനത്തിന് പോയി. മകൻ രാവിലെ ലോറി ഡ്രൈവറായ മകൻ രാവിലെ ജോലിക്ക് പോയി. പിന്നീട് 12:45 വീട്ടിലെത്തിയ മകനാണ് അമ്മയെ ബോധരഹിതയെ കാണുന്നതും വെള്ളം തളിച്ച് എഴുന്നേൽപ്പിച്ചത് ഇത്തരത്തിലുള്ള വിവരം പറയുന്നത്. പക്ഷേ അന്ന് ഒരു തരത്തിലുള്ള വസ്തുക്കളും വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്നില്ല. കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടില്ല. പക്ഷേ വീട് മുഴുവനായി ഈ എത്തിയ അജ്ഞാതൻ അരിച്ചു പെറുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് ഇതൊരു മോഷ്ടാവല്ല, ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ ആയിരിക്കാം എന്നൊരു സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടുകാരുമായി നല്ല അടുപ്പമുള്ള ഒരാൾക്ക് മാത്രമേ ഈ വീട്ടിലേക്ക് വരാനും ഈ രീതിയിലുള്ള ഇത്രയും നേരം ആക്രമിക്കാനും ആ വീട്ടിൽ പരിശോധന നടത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇത് മോഷണമല്ല. മുഖംമൂടിയിട്ട് വീട്ടിൽ കയറി ആക്രമിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണെന്ന് പോലീസ് കണ്ടെത്തട്ടെ. അത് ഇതുവരെ വ്യക്തമല്ല. മനീഷാണ് വിവരങ്ങൾ നൽകിയത്.